Dear students, excretory products and their elimination എന്ന ചാപ്റ്ററാണ് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് യൂറിൻ ഫോർമേഷനാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. എന്താണ്, എങ്ങനെയാണ് യൂറിൻ ഉണ്ടാവുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എക്സ്ക്രിറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് യൂറിൻ ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. യൂറിൻ ഈസ് ഫോംഡ് ഇൻ ദ നെഫ്രോൺസ്. ഇറ്റ് ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. നമ്മൾ നെഫ്രോണിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. അപ്പം യൂറിൻ എവിടെയാണ് ഉണ്ടാകുന്നത്? നെഫ്രോണിൽ. ഓരോ കുഞ്ഞു നെഫ്രോണുകളുടെ ഉള്ളിലാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ 3 സ്റ്റെപ്സാണ് ഉള്ളത്. ദ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ എന്തൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. അങ്ങനെ 3 സ്റ്റെപ്സാണ്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നെഫ്രോണിൽ ഫസ്റ്റ് പ്രോസസ്സ്, യൂറിൻ ഫോർമേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയും. അതായത് ഗ്ലോമറൂലസിൽ വെച്ച് നടക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ്സ്, അരിക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയും. നമ്മൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ആദ്യം ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് പറയുന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ മാൽപീജിയൻ കോർപ്പസൽസ്, മാൽപീജിയൻ ബോഡി അല്ലേ? ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ. അതിനുള്ളിൽ നമുക്കറിയാം ഒരു ബഞ്ച് ഓഫ് ക്യാപ്പിലറീസ് ഉണ്ട്. ഈ ക്യാപ്പിലറീസിനെ നമ്മൾ ഗ്ലോമറൂലസ് എന്ന് വിളിക്കും അല്ലേ? അതിൻ്റെ അകത്തേക്ക് വരുന്ന ബ്രാഞ്ച് ഓഫ് ആർട്ടറിയെ നമ്മൾ അഫറൻറ്റ് ആർട്ടറി, എന്നിട്ട് അത് പുറത്തേക്ക് പോകുന്ന ആർട്ടറിയെ നമ്മൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് വിളിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ക്യാപ്പിലറിയിൽ വെച്ച് ഫിൽട്രേഷൻ നടക്കുന്നു. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇനി എങ്ങനെയാണ് ഇത് പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ ബ്ലഡ് ഫ്ലോസ് അണ്ടർ ഹൈ പ്രഷർ ത്രൂ ദ ഗ്ലോമറുലാർ കാപ്പിലറീസ്, വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഓഫ് blood filter out into the lumen of the Bowman's capsule. When blood flow under high pressure, നമ്മൾ നേരത്തെ പറഞ്ഞു അഫറൻറ്റ് ആർട്ടീരിയോൾ എന്നൊക്കെ പറയുന്നത് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചുകളാണ്. ഈ റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അയോർട്ട അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രധാന ധമനിയിൽ നിന്ന് വരുന്ന ഒരു ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ റീനൽ ആർട്ടറിയിൽ നല്ല ഹൈ പ്രഷർ ആയിരിക്കും ബ്ലഡിനുള്ളത്. അപ്പോൾ ആ ഹൈ പ്രഷറിലുള്ള ബ്ലഡിൻ്റെ ഒരു ആർട്ടീരിയോളാണ് ഓരോ നെഫ്രോണിൻ്റെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്, ഗ്ലോമറൂലസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഹൈ പ്രഷറിൽ ബ്ലഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാപ്പിലറീസിൽ കൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ ഈ ക്യാപ്പിലറിയുടെ വോൾ എന്ന് പറയുന്നത് തിൻ വോൾഡാണ് അല്ലേ? ഹൈ പ്രഷറിൽ ബ്ലഡ് പോകുമ്പോൾ ഈ ക്യാപ്പിലറിക്കുള്ളിൽ നിന്ന് ഊറി ഇറങ്ങുന്ന ഫ്ലൂയിഡ്, വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഓഫ് ദ ബ്ലഡ്, വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന പ്ലാസ്മ. നമുക്കറിയാം ബ്ലഡിൻ്റെ അകത്തെ വാട്ടർ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ അലിഞ്ഞിരിക്കുന്ന ബ്ലഡിൻ്റെ അംശങ്ങളും എല്ലാം ഊറി ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിൽ വന്ന് വീഴുന്നു. ലൂമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, ഒരു കപ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ്. അതിൻ്റെ വിടവിനുള്ളിൽ ഈ ഒരു ഏരിയയിലേക്ക് ഊറി ഇറങ്ങുന്നു. The glomerular capillary blood pressure causes filtration of the blood through 3 layers. ഇതിൽ കൂടെ ഹൈ ബ്ലഡ് പ്രഷർ, ഇതിൽ പ്രഷറിൽ ബ്ലഡ് കയറി ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ 3 ലെയറിലായിട്ടാണ് അരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. എൻഡോത്തീലിയം എന്ന് പറയുന്നത് ഈ അഫറൻറ്റ് ആർട്ടീരിയോളിൻ്റെ ലെയർ, ആ ബ്ലഡ് വെസലിൻ്റെ ലെയറിനെയാണ് ഫസ്റ്റ് ലെയർ. അതിനെയാണ് എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയം മെംബ്രെയിൻ. ദ എപ്പിത്തീലിയം ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അത് കഴിയുമ്പോൾ ഇവിടുന്ന് ഊറി ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇവിടുത്തെ എപ്പിത്തീലിയത്തിലേക്ക് വീഴും, ഫസ്റ്റ് എപ്പിത്തീലിയം അല്ലേ? അത് കഴിഞ്ഞിട്ട് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് ടു. ഈ ബ്ലഡ് വെസലിൻ്റെയും ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെയും ഭിത്തിയുടെ ഇടയ്ക്ക് ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ കാണും. ആ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കൂടിയുമാണ്
ഊറി ഇത് ഈ ലൂമനിലേക്ക് ഒഴുകി വരുന്നു. അപ്പോൾ ബ്ലഡ് വെസലിൻ്റെ ഭിത്തി, ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കാണും ഇതിൻ്റെ ഇടയ്ക്ക്, അതുകൂടാതെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ മെംബ്രെയിനും. അപ്പോൾ അങ്ങനെ 3 ലെയറിൽ കൂടാണ് ഊറി ഊറി ഈ ഫ്ലൂയിഡ് ഈ പ്രദേശത്ത് ഊറിയിറങ്ങുന്നത്. The epithelial cells of Bowman's capsule, called podocytes, are arranged in an intricate manner so as to leave some minute spaces called filtration slit or slit pores. അതായത് ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് പോഡോസൈറ്റ്സ് എന്ന് പറയും. അത് എൻഡോത്തീലിയൽ ലൈനിങ് ആണ്. ഈ ലൈനിങ് നിർമ്മിച്ചിരിക്കുന്ന പോഡോസൈറ്റ്സ് എന്ന് പറയുന്നു. ഈ പോഡോസൈറ്റ് സെല്ലിൽ അത് പിന്നെ ഒരു പ്രത്യേക മാനറൊന്നും ഇല്ലാതെ ഇൻട്രിക്കേറ്റായിട്ട് ഇടകലർന്നിങ്ങനെ കിടക്കുകയാണ്. സെല്ലുകൾ അടുക്കി ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഈ അടുക്കി വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് പോറുകൾ വഴിയാണ് ഈ ഊറി വരുന്ന ഗ്ലോമറൂലസിൽ നിന്ന് ഊറി വരുന്ന ഫ്ലൂയിഡ് ഈ ലൂമനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ സ്ലിറ്റ് ഓർ പോർ എന്നാണ് അതിന് പറയുന്നത്. ചെറിയ ചെറിയ ഫിൽട്രേഷൻ പോറുകൾ ഈ ഭാഗത്ത് പോഡോസൈറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ട്. അതുവഴിയാണ് ഈ ഫ്ലൂയിഡ് ഊറി ഇറങ്ങി വരുന്നത്. ദിസ് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇതേപോലെ ഗ്ലോമറൂലസിൽ കൂടെ ഊറി വരുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് അഫറൻറ്റ് ആർട്ടീരിയോളിൽ കൂടി ഹൈ പ്രഷറിൽ ബ്ലഡ് ഗ്ലോമറൂലസിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ പ്രഷർ കാരണം ഇവിടെ ഈ കാപ്പിലറി കൂടെ കുറേ ബ്ലഡിൻ്റെ അംശം ഊറി ഈ ലൂമനിൽ എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുന്ന ബ്ലഡ് ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഭിത്തിയിലുള്ള പോഡോസൈറ്റ്സിൻ്റെ ഇടയിലുള്ള വിടവ് വഴി ഈ ലൂമനിൽ കൂടി ഇത് താഴേക്ക് ഒഴുകി. അങ്ങനെ ഊറി വരുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇത് ആക്ച്വലി ബ്ലഡ് തന്നെയാണ്, പക്ഷേ ബ്ലഡ് സെൽസ് ഒന്നും അതിൽ കാണില്ല. പ്ലാസ്മയും അതിൽ ഡിസോൾവ് ചെയ്ത മെറ്റീരിയൽസുമാണ് കൂടുതലായിട്ട് കാണുന്നത്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. The glomerular filtrate contains all the constituents of blood except the blood corpuscles and plasma protein. ബ്ലഡ് സെല്ലുകളും ഒഴിച്ച് പിന്നെ പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഫ്ലൂയിഡും എവിടെ കാണും? ഇതിൽ കൂടി ഊറി വരുന്നതിൻ്റെ അകത്ത് കാണും. ആ ഊറി വരുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻ ഓൾ ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്. എല്ലാ കോൺസ്റ്റിറ്റ്യൂട്ടും വരും എക്സെപ്റ്റ് എന്താണ്? ബ്ലഡ് സെൽസും കാണത്തില്ല, പ്ലാസ്മ പ്രോട്ടീനും ഒഴികെ ബാക്കി എല്ലാം ഊറി ഇതുപോലെ ഇതിൽ കൂടി ഊറി ഇറങ്ങാറുണ്ട്. ഇറ്റ് കണ്ടെയ്ൻ ഗ്ലൂക്കോസ്, യൂറിയ, ക്രിയാറ്റിൻ, മിനറൽ സോൾട്ട്സ് എക്സെട്ര. അപ്പോൾ പ്ലാസ്മയിലുള്ള എല്ലാ വസ്തുക്കളും ഗ്ലൂക്കോസ്, യൂറിയ, ക്രിയാറ്റിൻ, മിനറൽ സോൾട്ട് പോലുള്ള പല സാധനങ്ങളും ഇതിൽ കൂടി ഊറി ഇങ്ങനെ വരാറുണ്ട്. ദിസ് ഫിൽട്രേഷൻ ഈസ് നോൺ ആസ് അൾട്രാ ഫിൽട്രേഷൻ. ഇതേപോലെ ഈ മൈന്യൂട്ട് കാപ്പിലറി കൂടെ ഓരോ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ വെച്ച് മൈന്യൂട്ടായിട്ട് ഇങ്ങനെ അരിക്കുന്നതിനെ ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. The volume of glomerular filtrate formed in the Bowman's capsule per unit time is called glomerular filtration rate അല്ലെങ്കിൽ GFR. എന്താണ് GFR? Glomerular filtration rate എന്ന് പറഞ്ഞാൽ the volume of glomerular filtrate formed in the Bowman's capsule per unit time. ഒരു യൂണിറ്റ് ടൈമിൽ ഈ ഗ്ലോമറൂലസിൽ കൂടെ ഊറി വരുന്ന ഫ്ലൂയിഡിൻ്റെ റേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ GFR എന്ന് പറയും. ഇൻ മാൻ GFR റേറ്റ് ഈസ് 125 ml per minute ഓർ അബൌട്ട് 180 ലിറ്റർ പെർ ഡേ. ഒരാളുടെ ശരീരത്തിൽ ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഒരാളുടെ കിഡ്നിയിൽ 2 കിഡ്നിയുടെയും കൂടെ കണക്കാണ് പറയുന്നത്. 125 ml ആണ് ഒരു മിനിറ്റിൽ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 180 ലിറ്റർ പെർ ഡേ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും? 180 ലിറ്റർ ആണ് ഇതിൽ കൂടെ ഊറി നടക്കുന്നത്, ഊറി പോരുന്നത്. പക്ഷെ 180 ലിറ്റർ യൂറിനൊന്നും നമുക്കുണ്ടാവാറില്ല ഇല്ലേ? ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഫിൽട്രേറ്റിനെയാണ് നമ്മൾ ലാസ്റ്റിൽ യൂറിൻ എന്ന് പറയുന്നത്. പക്ഷേ അത്രയും യൂറിനൊന്നും നമുക്ക് ഉണ്ടാവാറില്ല, 180 ഉണ്ടാവില്ല. അതിൻ്റെ ഒരു അംശം മാത്രമേ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കളയാറുള്ളൂ. ഇനി അടുത്ത പ്രോസസ്സാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ?
Out of 180 liters of glomerular filtrate formed, only 1 liter of urine is released. ഓൾറെഡി ഞാൻ പറഞ്ഞു 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമ്മുടെ കിഡ്നിയിൽ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിലും എത്ര യൂറിൻ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ? 1.5 ലിറ്റർ, 1.5 ലിറ്റർ യൂറിൻ മാത്രമേ ഒരു നോർമൽ ആൾ പുറത്തേക്ക് റിലീസ് ചെയ്യാറുള്ളൂ. സോ 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്. അപ്പോൾ ഈ ബാക്കി എന്താ സംഭവിക്കുന്നത്? അവിടെ ഇങ്ങനെ ഊറി വരുന്ന ഒഴുകിപ്പോകുന്ന ഫ്ലൂയിഡിനെ എല്ലാം തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. എന്തുകൊണ്ടാണ് റീഅബ്സോർബ് ചെയ്തതെന്ന് പറയാൻ കാരണം, ഒരിക്കൽ നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത സാധനമാണ്. ഇതിങ്ങനെ നെഫ്രോണിൽ കൂടെ ഒഴുകി പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ ആ നഷ്ടപ്പെടുന്ന സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ച് ആഗിരണം ചെയ്യും. എങ്ങനെയാണ് തിരിച്ച് ആഗിരണം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ നെഫ്രോണിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞു എഫറൻ്റ് ആർട്ടീരിയോൾ വന്നിട്ട് ഒരു ബഞ്ച് ഓഫ് ക്യാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ആ ക്യാപ്പിലറീസ് ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബ്യൂൾ, ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് കളക്ടിംഗ് ഡക്ട് ആർ ഇൻവോൾവ്ഡ് ഇൻ റീഅബ്സോർപ്ഷൻ. റീഅബ്സോർപ്ഷന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് പ്രോക്സിമൽ ഭാഗം, കൺവോൾയൂട്ടഡ് ട്യൂബ്, ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഇങ്ങനെയുള്ള കളക്ടിംഗ് ഡക്ട്, ഇങ്ങനെയുള്ള പ്രദേശത്ത് വെച്ച് ഈ ഒഴുകിപ്പോകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നു, റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഷുഗേഴ്സ്, വൈറ്റമിൻസ്, ഓർഗാനിക് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്. ഷുഗറുകൾ, ഈ ഊറി വരുന്ന ഫ്ലൂയിഡിൻ്റെ നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത ഷുഗർ, വൈറ്റമിൻ, ഓർഗാനിക് ന്യൂട്രിയൻസ്, ഇതെല്ലാം നമുക്ക് പുറത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ നെഫ്രോണിൻ്റെ ഈ പാർട്ടുകളിൽ പ്രോക്സിമൽ കൺവോൾയൂട്ടഡ് ട്യൂബിൾ, ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബിൾ, ഹെൻലീസ് ലൂപ്പ്, കളക്ടിംഗ് ട്യൂബിൾ എന്ന് പറയുന്ന ഭാഗങ്ങളിലെല്ലാം വെച്ച് റീഅബ്സോർബ് ചെയ്യും. ആ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസാണ് റീഅബ്സോർബ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മുടെ ഡയഗ്രാമിൽ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, ഇതെല്ലാം ഇവിടെ റീഅബ്സോർബ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് അയോൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, വാട്ടർ. പിന്നെ മറ്റൊരെണ്ണമാണ് യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് പോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ ബ്ലഡിലേക്ക് ഈ റീനൽ ട്യൂബുകൾ അല്ലെങ്കിൽ നെഫ്രോണിലേക്ക് തിരിച്ച് അങ്ങോട്ടാണ്. നിങ്ങൾ ഈ ആരോ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തിരിച്ച് ആഗിരണം ചെയ്യുന്നു, വേണ്ടാത്ത സാധനങ്ങളെ തിരിച്ച് ഇതിലേക്ക് ഒഴുക്കി വിടുന്നു. അതിനെയാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂബുലാർ റീഅബ്സോർപ്ഷനാണ് ഇത് രണ്ടും കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ച് ആഗിരണം ചെയ്യുന്നു. അതിനെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഇനി ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നതാണ്, it is the final step in the urine formation and it is involved in active secretion of some substance from the blood into the filtrate. നമ്മൾ ഓൾറെഡി പറഞ്ഞു അഫറൻ്റ് ആർട്ടീരിയോളിൽ കൂടി കയറി ഇറങ്ങി പോകുന്ന ബ്ലഡിൽ വെച്ചാണ് അരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ അരിക്കുന്ന പ്രോസസ്സിൽ കുറേ വസ്തുക്കൾ ഒഴുകി ഇതിലേക്ക് പോരുമെന്ന് നമ്മൾ പറയും. പക്ഷെ ചില വസ്തുക്കൾ ഈ ബ്ലഡിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. നമുക്ക് വേണ്ടാത്ത ചില വസ്തുക്കൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ എക്സസ് വൈറ്റമിൻസ്, പിന്നെ ഡ്രഗുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ പുറന്തള്ളാതെ രക്ഷപ്പെട്ട് ബ്ലഡിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും എക്സസൈറ്റ് അയോൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് കളയും. ബലമായിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ സഹായത്താൽ തിരിച്ച് ഈ ലൂമനിലേക്ക് വിടുന്നതിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ. മുമ്പേ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിനെയാണ് അല്ലേ, ഇനി അങ്ങോട്ട് കളയുന്നതിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബ്യൂൾസ് ആർ ദ മെയിൻ പാർട്ട് ഓഫ് ട്യൂബുലാർ സെക്രീഷൻ. എവിടെയൊക്കെയാണ്? പ്രോക്സിമൽ ഭാഗത്തും ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബിൻ്റെ ഭാഗത്തും വെച്ചാണ് കൂടുതലും സെക്രീഷൻസ് നടക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ലവണങ്ങൾ അല്ലെങ്കിൽ സോൾട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കളയും. സോൾട്ടുകളുടെ കുറവ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് തിരിച്ച് ഇങ്ങോട്ട് ആഗിരണം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇതെന്തിന് സഹായിക്കുന്നുണ്ട്? ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റീഅബ്സോർപ്ഷനും സെക്രീഷനും നമ്മുടെ ശരീരത്തിലെ ആസിഡിൻ്റെയും ബേസിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്,
നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിത അളവിൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും ബാലൻസ് ഇരിക്കണം അതായത് ഒരു ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി സെല്ലുകളൊക്കെ നേരാവണ്ണം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അത് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ നെഫ്രോണുകൾ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഓരോ സ്ഥലത്തും വെച്ച് ഈ ആഗിരണം നടക്കുന്നതെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബിൾ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആണ് നമ്മളിവിടെ പറഞ്ഞ ഈ ഭാഗമാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, കളക്ടിങ് ട്യൂബിൾ എന്ന് പറയുന്ന ഭാഗം. ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. PCT is lined by simple cuboidal brush bordered epithelium which increases the surface area for reabsorption. ഈ പ്രദേശത്ത് അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളിൻ്റെ ഭാഗത്തുള്ള കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേർഡ് എപ്പിത്തീലിയം. ഇതിൻ്റെ അറ്റത്തെല്ലാം ഇങ്ങനെ ബ്രഷ് പോലെ മൈക്രോ വില്ലൈകൾ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് കൂട്ടുന്നു? സർഫസ് ഏരിയ ഫോർ റീഅബ്സോർപ്ഷൻ. വെള്ളം തിരിച്ച് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് അവിടെ ബ്രഷ് ബോർഡേർഡ് എപ്പിത്തീലിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിയർലി ഓൾ ഓഫ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻ. അപ്പോൾ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ആഗിരണം ചെയ്യുന്നതെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നിയർലി ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് 70% ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്ഡ് ബൈ ദിസ് സെഗ്മെൻറ്റ്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻറ്റുകൾ ആഗിരണം ചെയ്യുന്നത്, റീഅബ്സോർബ് ചെയ്യുന്നത്. അതായത് ഇതിൽ കൂടി ഒഴുകി പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും അല്ലേ? അപ്പോൾ അതിനെ വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് ഈ ഭാഗം ചെയ്യുന്നത്. അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്തൊക്കെ ആഗിരണം ചെയ്യും? നമ്മുടെ ബോഡിയിൽ നമ്മൾ വേണ്ടിയ സാധനങ്ങളാണ് ഷുഗർ, അമിനോ ആസിഡ്സ് പോലുള്ള സാധനങ്ങൾ. അതെല്ലാം തിരിച്ചിത് ആഗിരണം ചെയ്യും. നിയർലി എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ആഗിരണം ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അയോണുകളെ എല്ലാം ആഗിരണം ചെയ്യും. അതോടൊപ്പം വാട്ടറും റീഅബ്സോർബ് ചെയ്യും. വാട്ടറും മാക്സിമം ഒരു 70-80% വെള്ളവും റീഅബ്സോർബ് ചെയ്യും. PCT എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഓൾസോ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ pH and ionic balance of the body fluids by selective secretion of the hydrogen ions, ammonia, etc. into the filtrate and by absorbing the bicarbonate from it. അപ്പോൾ ഈ പ്രദേശത്താണ് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അയോണുകൾ, ഹൈഡ്രജൻ അയോണിനെ, അമോണിയ ഇതുപോലുള്ള അയോണുകളെ റീഅബ്സോർബ് ചെയ്യുകയും അതുപോലെ സെക്രീറ്റ് ചെയ്യുകയും അതുപോലെ ബൈകാർബണേറ്റ് അയോണുകളെ അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഗിരണം ചെയ്യുകയും കളയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ pHഉം അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിനുള്ള ഒരു വലിയ പങ്ക് വഹിക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളാണ്. അടുത്ത ഭാഗമാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കഴിഞ്ഞിട്ട് വരുന്ന ഹെൻലീസ് ലൂപ്പിൻ്റെ ഭാഗമാണ് അല്ലേ? ഹെൻലീസ് ലൂപ്പിന് 2 ലിംബ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബ്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഡിസെൻഡിങ് ലിംബിൻ്റെ പ്രത്യേകതയാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് പെർമിബിൾ ടു വാട്ടർ ബട്ട് ഓൾമോസ്റ്റ് ഇംപെർമിബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. ഈ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇതിൽ കൂടെ താഴേക്ക് വരുമ്പോൾ ഈ പ്രദേശത്ത് വെച്ച് എന്ത് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ? വാട്ടർ മാത്രം. അതായത് ഈ ലിംബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർമിബിൾ ടു വാട്ടർ. പെർമിബിൾ എന്ന് പറഞ്ഞാൽ ഇത് ആരെ മാത്രം ആഗിരണം ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ? വാട്ടറിനെ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അതേസമയം ലവണങ്ങളെ ഒന്നും ഇത് ആഗിരണം ചെയ്യത്തില്ല ഈ ഭാഗം. അതായത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ ഹെൻലീസ് ലൂപ്പ് ബട്ട് ഓൾമോസ്റ്റ് ഇംപെർമിബിൾ ടു ഇലക്ട്രോലൈറ്റ്സിനെ ഒന്നും ആഗിരണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇവിടെ 70 to 80% ഓഫ് വാട്ടർ ഇവിടെ അബ്സോർബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിലും അബ്സോർബ് ചെയ്തു. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഏകദേശം ഹെൻലീസ് ലൂപ്പിൻ്റെ ഈ പ്രദേശത്ത്, അതായത് യു ഷേപ്ഡ് റീജനിൽ എത്തുമ്പോൾ തന്നെ അവിടെ ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് മോർ കോൺസെൻട്രേറ്റഡ്. ദിസ് കോൺസെൻട്രേറ്റ്സ് ദ ഫിൽട്രേറ്റ് ആസ് ഇറ്റ് മൂവ്സ് ഡൗൺ. താഴേക്ക് വരുമ്പോൾ ഈ പ്രദേശത്ത് എത്തുമ്പോഴത്തേക്കിന് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഹൈ. ആ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നെക്സ്റ്റ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇനി ലിംബ് മേപ്പോട്ടുള്ള ഭാഗം അസെൻഡിങ് ലിംബ്, ഹെൻലീസ് ലൂപ്പിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് അസെൻഡിങ് ലിംബ്. ഇനി അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ
ഡിസെൻഡിങ് ലിംബിൻ്റെ ഓപ്പോസിറ്റാണ് അസെൻഡിങ് ലിംബിൽ നടക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുമെങ്കിൽ ഇലക്ട്രോലൈറ്റിന് ഇംപെർമിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. വാട്ടറിന് പെർമിബിൾ, ഇലക്ട്രോലൈറ്റിന് ഇംപെർമിബിൾ. അങ്ങനെയാണെങ്കിൽ അസെൻഡിങ് ലിംബിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. വാട്ടറിന് ഇംപെർമിബിളും ലവണങ്ങൾക്ക് പെർമിബിളുമാണ്. ലവണങ്ങൾ മാത്രം, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകളെ ആഗിരണം ചെയ്യുന്നത് ഈ ലിംബാണ്. പക്ഷേ എന്തിനെ ആഗിരണം ചെയ്തില്ല? വാട്ടറിനെ ആഗിരണം ചെയ്യത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ അസെൻഡിങ് ലിംബ് ഈസ് ഇംപെർമിബിൾ ടു വാട്ടർ ബട്ട് അലൗസ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ്ലി ഓർ പാസീവ്ലി. ആക്റ്റീവായിട്ടോ പാസീവായിട്ടോ ഇലക്ട്രോലൈറ്റുകളെ മാത്രം അലൗ ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും. Therefore, as the concentrated filtrate passes upward, it gets diluted due to the passage of electrolyte to the medullary fluid. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഹെൻലീസ് ലൂപ്പിൻ്റെ ഈ അറ്റത്തെത്തുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മുകളിലേക്ക് വരുമ്പോൾ കുറേ ലവണങ്ങളെ ആഗിരണം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡൈല്യൂട്ടഡ് ആകും. വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യത്തില്ല, പക്ഷെ ലവണങ്ങളെ എല്ലാം പുറത്തേക്ക്. അപ്പോൾ ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഗെറ്റ് ഡൈല്യൂട്ടഡ്, കുറച്ച് ഡൈല്യൂട്ടഡ് ആയിട്ടായിരിക്കും ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത്. Therefore, as the concentrated filtrate passes upward, it gets diluted due to the passage of electrolyte to the medullary fluid. മെഡുലറി ഫ്ലൂയിഡിലേക്ക്, മെഡുലറി ഫ്ലൂയിഡ് എവിടെ? മെഡുലറി റീജിയൻ നമുക്കറിയാം, കോർട്ടെക്സ് മെഡുല്ല എന്ന് പറയുന്ന ഭാഗമാണ്. ഈ പ്രദേശമാണ് മെഡുലാർ റീജിയൻ. നമ്മൾ പറഞ്ഞിരുന്നു ബോമാൻസ് ക്യാപ്സൂളും പ്രോക്സിമൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകളും ഒക്കെ വരുന്ന ഭാഗമാണ് ഏത്? കോർട്ടെക്സ് റീജിയൻ. നെക്സ്റ്റ്, ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബിൾ. ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഭാഗത്തിനെയാണ് ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകൾ എന്ന് പറയുന്നത്. ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകൾ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ടേക്ക് പ്ലേസ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച് വെള്ളം ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ലവണങ്ങളാണ് ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ കണ്ടീഷണലാണ്. അത് നമ്മുടെ ബോഡിയുടെ നീഡ് അനുസരിച്ചാണ് ഈ പ്രദേശത്ത് വെച്ച് തിരിച്ച് ആഗിരണം നടക്കുന്നത്. DCT ഓൾസോ കേപ്പബിൾ ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ് ആൻഡ് സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം അയോൺ ടു മെയിൻറ്റെയിൻ ദി pH ആൻഡ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ബ്ലഡ്. അത് DCT ഓൾസോ ഇസ് കേപ്പബിൾ ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. അതുപോലെ ബൈകാർബണേറ്റ് അയോൺ, നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും നമ്മുടെ ബോഡിയുടെ നീഡ് അനുസരിച്ച് അബ്സോർബ് ചെയ്യാനും അതിനനുസരിച്ച്, ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളുടെ തോതിനനുസരിച്ചാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ അയോൺസിൻ്റെ തുലനം അല്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ pH മെയിൻറ്റെയിൻ ചെയ്യാനും ഈ സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ ബാലൻസ് നമ്മുടെ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന ഒരു റീജിയനാണ് ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബുൾ അല്ലെങ്കിൽ DCT എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം, അതായത് ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബിൾ ലീഡ്സ് ടു കളക്റ്റിംഗ് ഡക്ട്. ദിസ് ഇസ് ദ കളക്റ്റിംഗ് ഡക്ട്. കളക്റ്റിംഗ് ഡക്റ്റിൽ എന്താണ് നടക്കുന്നത്? ദിസ് ലോങ് ഡക്ട് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ കോർട്ടെക്സ് ഓഫ് ദ കിഡ്നി ടു ദ ഇന്നർ പാർട്ട് ഓഫ് ദ മെഡുല്ല. കോർട്ടെക്സിൽ നിന്ന് മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലോങ് ട്യൂബാണ് കളക്റ്റിംഗ് ഡക്ട്. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ കുഡ് ബി റീഅബ്സോർബ്ഡ് ഫ്രം ദ റീജിയൻ ടു പ്രൊഡ്യൂസ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ. അപ്പോൾ കളക്റ്റിംഗ് ഡക്റ്റിലും ആഗിരണം നടക്കുന്നുണ്ട്. ഏതിൻ്റെ ആഗിരണം മാത്രമേ നടക്കാറുള്ളൂ? കൂടുതലും വാട്ടറിൻ്റെ ആഗിരണം സാധാരണ നടക്കാറുണ്ട്. വാട്ടറിനെ മാക്സിമം നമ്മുടെ ബോഡിയിൽ എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ദിസ് സെഗ്മെൻറ്റ് അലൗസ് പാസേജ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഇൻ ടു ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യൻ ടു കീപ്പ് അപ്പ് ദ ഓസ്മോളാരിറ്റി. അതായത് നമുക്കറിയാം യൂറിയ എന്ന് പറയുന്ന സാധനം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ഒരു സാധനം. പക്ഷേ ഈ പ്രദേശത്തെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ടിലുള്ള യൂറിയ വീണ്ടും ആഗിരണം ചെയ്യാറുണ്ട്. എവിടെ വെച്ച്? കളക്റ്റിംഗ് ഡക്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഈ ഓസ്മോളാരിറ്റി, അതായത് വാട്ടറിൻ്റെയും ലവണങ്ങളുടെയും തോത് ക്രമീകരിക്കാൻ വേണ്ടി ചെറിയ തോതിൽ കളക്റ്റിംഗ് ഡക്റ്റിൽ വീണ്ടും യൂറിയ ശകലം അബ്സോർബ് ചെയ്യാറ് ഉണ്ടെന്നാണ് പറയുന്നത്. It also play a role in the maintenance of pH and ionic balance of the blood by the selectively secretion of hydrogen and potassium ions. അതിൻ്റെ പ്രധാന ജോലി ഹൈഡ്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആഗിരണം
നടക്കുന്ന സ്ഥലമാണ് കൂടിയാണ് ഈ ഭാഗം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കളക്ടിങ് ഡക്റ്റിൻ്റെ പ്രധാന ജോലി. അടുത്തത് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഈ നമ്മളിവിടെ പറഞ്ഞില്ലേ ഹെൻലീസ് ലൂപ്പിൻ്റെ ഭാഗത്തും ഒക്കെ വെച്ച് ആഗിരണം നടക്കുകയും അത് സെക്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് മെക്കാനിസമാണെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്നാണ് അതിനെ പറയുന്നത്. എന്താണെന്ന് നോക്കാം. മാമൽസ് ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ. നമുക്കറിയാം മാമൽസ് എന്ന് പറയുമ്പം അധികം ലാൻഡ് ലിവിങ് ആനിമൽസ് ആണ് കൂടുതലും. അപ്പോൾ അവരിൽ ഒത്തിരി യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എല്ലാ മാമൽസും ഇപ്പോൾ മനുഷ്യനെ പോലെ കൂടുതൽ വെള്ളം കുടിക്കുന്നവരൊന്നും അല്ല, വെള്ളം എപ്പോഴും കിട്ടണം എന്നും ഇല്ല. അപ്പോൾ എപ്പോഴും അവരുടെ ബോഡിയിൽ കൂടുതലും എന്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസ റെക്ട പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ്. അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമൽസിൻ്റെയൊക്കെ ബോഡിയിൽ ഒരു പ്രത്യേക തരം സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ കൗണ്ടർ കറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉള്ള രണ്ട് ഭാഗങ്ങളാണ് ഹെൻലീസ് ലൂപ്പും വാസ റെക്ടയും. ഹെൻലീസ് ലൂപ്പിനെയും വാസ റെക്ടയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി നെഫ്രോൺ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഹെൻലീസ് ലൂപ്പ് നിങ്ങൾക്കറിയാം, ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും ഉള്ള ഒരു ഭാഗം യു ഷേപ്ഡ് ട്യൂബിനെയാണ് നമ്മൾ ഹെൻലീസ് ലൂപ്പ്. ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ മുകളിൽ കൂടി നെറ്റ്വർക്കായിട്ട് കാണപ്പെടുന്ന ക്യാപ്പിലറികളെയാണ് നമ്മൾ വാസ റെക്ട എന്ന് പറയുന്നത്, അല്ലേ? എഫറൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എഫറൻ്റ് ആർട്ടീരിയോളാണ് ബ്രാഞ്ച് ചെയ്ത് അത് ഇങ്ങനെ നെഫ്രോണിനെ മൊത്തം പൊതിഞ്ഞാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ പെരിട്യൂബുലാർ ക്യാപ്പിലറീസ് എന്ന് പറയും. അത് ഹെൻലീസ് ലൂപ്പിൻ്റെ ഭാഗത്ത് മാത്രം കാണുന്ന പെരിട്യൂബുലാർ ക്യാപ്പിലറികളെയാണ് നമ്മൾ വാസ റെക്ട എന്ന് പറയുന്നത്. അവിടെ ഈ വാസ റെക്ടയും ഹെൻലീസ് ലൂപ്പും കൂടി ചേർന്നുള്ളൊരു മെക്കാനിസമാണ് ഈ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ ടു ലിംസ് ഓഫ് ദ ഹെൻലീസ് ലൂപ്പ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ദസ് ഫോംസ് എ കൗണ്ടർ കറൻറ്റ്. അതായത് ഹെൻലീസ് ലൂപ്പിൽ കൂടിയുള്ള ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ ഒഴുക്കും അതുപോലെ വാസ റെക്ടയിലുള്ള ബ്ലഡിൻ്റെ ഒഴുക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ ഒഴുക്ക് ഹെൻലീസ് ലൂപ്പിൽ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് മേളിലോട്ടാണ്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്യാപ്പിലറീസിൻ്റെ ഒഴുക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്തെ ബ്ലഡിൻ്റെ ഒഴുക്ക് മുകളിലോട്ടായിരിക്കും. ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മേളിലോട്ടാണ് ഒഴുകുന്നതെങ്കിൽ ബ്ലഡ് താഴോട്ടാണ്. അപ്പോൾ ഈ ഒരു തരം മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. അപ്പോൾ ഇതാണ് അത് കൗണ്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ ടു ലിംസ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൻ്റെ രണ്ട് ലിംബിലെയും ഫിൽട്രേറ്റിൻ്റെ ഒഴുക്ക് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലേ? അത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് ദസ് ഫോംസ് എ കൗണ്ടർ കറൻറ്റ്. The flow of blood through the two limb of vasa recta is also in counter current. അപ്പം ഈ ഹെൻലീസ് ലൂപ്പിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ ബ്ലഡ് വെസലിലെ ബ്ലഡിൻ്റെ ഒഴുക്കും രണ്ടും എങ്ങനെയാണെന്നാണ് പറയുന്നത്? കൗണ്ടർ കറൻറ്റാണ്. ഒന്ന് ഒരു വഴിക്ക് താഴോട്ടാണെങ്കിൽ മറ്റേത് അങ്ങോട്ടായിരിക്കും, ഇത് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേത് അങ്ങോട്ടായിരിക്കും. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്നത് കൊണ്ടാണ് ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതായത് ലവണങ്ങളുടെ ആഗിരണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇവിടെ അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. The proximity between the Henle's loop and vasa recta as well as the counter current in them help in maintaining an increasing osmolarity towards the inner medullary interstitium. അതായത് ഇതിൻ്റെ അകത്തൂടെ ഈ ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡിസെൻഡിങ് ലിംബിൽ വെള്ളത്തിന് പെർമിബിളും അസെൻഡിങ് ലിംബിൽ ഇലക്ട്രോലൈറ്റിന് പെർമിബിളും ആകാനുള്ള കാരണം ഈ ഒരു കൗണ്ടർ കറൻറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. This gradient is mainly caused by sodium chloride and urea. Sodium chloride is transported by the ascending limb of Henle's loop, which is exchanged with the descending limb of vasa recta. ഇതിൽ കൂടെ സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബിൽ അബ്സോർബ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ the transport of substance facilitated by the special arrangement of Henle's loop and Vaser recta is called the counter current mechanism. ഇതാണ് എഴുതേണ്ടത്. Transport of substance facilitated by special arrangement of Henle's loop and Vaser recta is called counter current mechanism. This mechanism helps to maintain the concentration gradient in the medullary interstitium. അതായത് മെഡുല്ലയിൽ നമുക്ക് നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ നിയന്ത്രിക്കുന്നതിനെ സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. പ്രസൻസ് ഓഫ് സച്ച് ഇൻഡസ്ട്രീഷ്യൽ ഗ്രേഡിയൻറ്റ് ഹെൽപ്പ് ഇൻ എൻ ഈസി പാസേജ് ഓഫ് വാട്ടർ ഫ്രം ദ കളക്ടിംഗ് ട്യൂബ്യൂൾ ദെയർ ബൈ കോൺസെൻട്രേറ്റിംഗ് ദ ഫിൽട്രേറ്റ്. ഇതിനുള്ളിൽ ഇങ്ങനൊരു കോൺസെൻട്രേഷൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ യൂറിൻ ഫോം ചെയ്യുമ്പം അതിൻ്റെ കോൺസെൻട്രേഷനെ നിയന്ത്രിക്കുന്നത്. Human kidney can produce urine nearly 4 times concentrated than the initial filtrate formed. ആദ്യം ഉണ്ടായ ഇതിനേക്കാണ്ട് 4 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനാണ് സാധാരണ യൂറിൻ ഫോമേഷനിൽ യൂറിൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാതെ ആദ്യം ഉണ്ടാകുന്ന ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടായാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു 4/1 കോൺസെൻട്രേഷനിലാണ് യൂറിന് പുറത്തേക്ക് പോകും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എങ്ങനെയാണ് യൂറിൻ ഫോമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ പറഞ്ഞത്. 3 തരത്തിലെ പ്രോസസ്സ് കൊണ്ടാണ് യൂറിൻ ഉണ്ടാകുന്നത്. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ഇനി ഇതെല്ലാം ട്യൂബുലാർ റീഅബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ നടക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നെഫ്രോണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കൗണ്ടർ കറൻറ്റ് സിസ്റ്റം. എന്തൊക്കെ ചേർന്നാണ് കൗണ്ടർ കറൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും അതോടൊപ്പം തന്നെ അതിനെ പൊതിഞ്ഞു കാണുന്ന പെരിട്യൂബുലാർ കാപ്പിലറികളായ വാസ റെക്റ്റയും കൂടി ചേർന്നതാണ് ഈ കൗണ്ടർ കറൻറ്റ് സിസ്റ്റം എന്നുകൂടി ഓർത്ത് വെക്കുക. കൗണ്ടർ കറൻറ്റ് സിസ്റ്റം എന്താണെന്നും പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ യൂറിൻ ഫോമേഷൻ്റെ 3 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ.